ഇനി ഒരു 2 hours ഡ്രൈവ് ഉണ്ട് നമുക്ക് മോണ്ടിഗോ ബേയിലോട്ട് പോകാൻ വേണ്ടി. പറയാൻ ഇഷ്ടംപോലെ കഥയുണ്ട്, പക്ഷെ ഇപ്പൊ പറഞ്ഞു തീർത്തില്ല. കാര്യമില്ല, അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പോവാണ്. ഇനി അവിടെ ചെന്നിട്ട് അവിടെ ഒരു ബീച്ചിൽ അങ്ങനെ പോയി കിടക്കാനുള്ള പ്ലാനിലാണ് നമ്മൾ ഇന്നും പോകുന്നത്. ഫുഡ് പോലും ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കുന്നുള്ളൂ. ഞങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നു, അതോടെ ഞങ്ങളെല്ലാം പൊതിഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഇവിടെ വരുന്നവർ അവിടെ കണ്ടില്ല, പുറകിൽ അവിടെ നിങ്ങൾക്ക് അവിടെ ഗേറ്റ് കാണാം. ഇവിടെ ആ ഗേറ്റ് തുറന്നൊക്കെ ആയിരുന്നു. അപ്പോൾ ഗേറ്റ് അടച്ചിട്ടിരിക്കുക, കാരണം അപ്പുറത്ത് ലോക്കലായ ആൾക്കാർ നിൽക്കുന്നുണ്ട്, അവർ നമ്മളെ വിളിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ അതുകൊണ്ട് അടച്ചിട്ടിരിക്കുക. അപ്പോൾ അവിടെയായിരുന്നു ഞാൻ പറഞ്ഞ പോലെ പുറത്തുനിന്ന് ആൾക്കാരെ ഞങ്ങൾ വിളിച്ചുകൊണ്ട് പോകുന്നത്. കാരണം ഞങ്ങൾ വന്നപ്പോൾ തന്നെ വണ്ടി നേരെ അവർ മുകളിലോട്ട് കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് മഴ പെയ്തു, ഭയങ്കര മഴയാണ്. രണ്ട് സൈഡിൽ, ഒരു സൈഡില് പൊക്ക, ഒരു സൈഡില് വലിയ മലയും കുന്നും കാടും ഒക്കെയാണ്. അപ്പൊ അതിന്റെ ഇടയിലുള്ള കുഞ്ഞു വഴി കൂടെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ, നമുക്ക് ഒന്നും റോഡ് അധികം കാണാൻ പോലും പറ്റത്തില്ല, അതേപോലെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് 1 മണിക്കൂർ 20 മിനിറ്റ് ഉണ്ട് മോണ്ടിഗോ ബേയിൽ എത്താൻ വേണ്ടി. അതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. അതെ അതെ, ഒന്നും പറയാനില്ല. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. കൊക്കയിലേക്കാണോ ഇങ്ങോട്ടാ? അതുകൊണ്ട് പറയണ്ട, നമുക്ക് വഴിയൊക്കെ നോക്കി പോവാം. ഏതായാലും നമ്മളിനി വീട്ടിലോട്ട് നേരെ പോവാണ്, കാരണം ബീച്ചിൽ പോകുന്ന പ്ലാനൊക്കെ മാറ്റി വെച്ചു. അപ്പൊ മിക്കവാറും ഇന്ന് ഇത് മാത്രമായിരിക്കും ഞങ്ങളുടെ ബ്ലോഗെന്ന് തോന്നുന്നു, കാരണം മഴയായതുകൊണ്ട് ബീച്ചിൽ പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതുമല്ല, ജമൈക്കയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ബീച്ചും 4-5 ഒക്കെ ആകുമ്പോഴത്തേക്ക് അവർ ക്ലോസ് ചെയ്യും. പബ്ലിക് ബീച്ച് എന്ന് പറഞ്ഞാലും അവർ 5 ഒക്കെ ആകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്തിട്ട് എൻട്രി അവർ അടയ്ക്കും. അപ്പൊ നമുക്ക് അങ്ങോട്ട് കയറാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ ഇപ്പൊ ടൈമിംഗ് വെച്ചിട്ട് നമ്മളൊരു 4:35 ഒക്കെ ആവും മോണ്ടിഗോയിൽ എത്തുമ്പോഴത്തേക്കും. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ബീച്ചിൽ പോകാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ നമുക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിൽ വന്നു, ഒന്ന് ഫ്രഷായി, കാരണം ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ നേരെ വന്ന് കയറി കുളിച്ചു. ഞങ്ങൾ ആക്ച്വലി പൂളിൽ പോയി, ഇവിടെ പൂളുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പൂളിൽ പോയി ഞങ്ങൾ ഓൾമോസ്റ്റ് 1 മണിക്കൂറോളം കിടന്നു. പിന്നെ ഇവിടുത്തെ ഓണർ ഉണ്ടായിരുന്നു, ക്ലോഡിയ എന്ന് പറഞ്ഞിട്ട്. അവർ കുറേ നേരം കത്തി വെച്ചു, അവർ കുറേ കാര്യമൊക്കെ പറഞ്ഞു. 81 വയസ്സുണ്ടല്ലേ, 81 ഇയേഴ്സ് ആയിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കാരിയാണ് എല്ലാ